2026 10 വർഷം കാത്തിരുന്നിട്ടും ഈ 4 മേഖലയിലും ഈ പറയുന്ന ജംഗ്ഷന്റെ 4 കേന്ദ്രങ്ങളിലും ഒരു പ്രോപ്പർ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ ഈ MLAക്ക് സാധിച്ചിട്ടില്ല. ബസ് സ്റ്റാൻഡിന്റെ കാര്യം മാത്രമല്ല, എടപ്പാളിൽ മിനി സിവിൽ സ്റ്റേഷൻ അനുവദിക്കണമെന്ന ആവശ്യം എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. മിനി സിവിൽ സ്റ്റേഷൻ അനുവദിക്കാൻ സാധിച്ചിട്ടില്ല. എടപ്പാളിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ ധാരാളം സ്ഥലങ്ങളിലേക്ക്, തൃശ്ശൂരിലേക്ക് പോകാനും കോഴിക്കോട്ടിലേക്ക് പോകാൻ, പാലക്കാടിലേക്ക് പോകാൻ എല്ലാം ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇവിടെ. BJP തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാളിൽ തവനൂർ MLAക്കെതിരെ ജനകീയ കുറ്റവിചാരണ പരിപാടി നടത്തി. ഈ തവനൂർ നിയമസഭാ മണ്ഡലം രൂപീകൃതമാവുന്ന സമയത്ത് ഈ രാജ്യത്തെ ഈ തവനൂരിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ നടത്തി. ആ വാഗ്ദാനങ്ങളെ കുറിച്ചൊക്കെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടകനും അതുപോലെ അധ്യക്ഷനുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, പതിറ്റാണ്ടുകളോളമായി അപകടന നേരിടുന്ന എടപ്പാൾ പട്ടണം. തവനൂർ നിയോജക മണ്ഡലത്തിലെ 20ലധികം പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് BJP തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തവനൂർ MLAക്കെതിരെ എടപ്പാൾ ടൗണിൽ കുറ്റവിചാരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും MLAയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ ഒപ്പിട്ട കുറ്റപത്രം ശങ്കു ടി ദാസിന് കൈമാറി. അതേപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് എടപ്പാളിലുള്ള മത്സ്യ മാർക്കറ്റിന്റെ കാര്യം. എടപ്പാൾ മത്സ്യ മാർക്കറ്റിന് വേണ്ടി ശ്യാമപ്രസാദ് മുഖർജി അർബൻ മിഷന്റെ ഭാഗമായിട്ട് കോടികളുടെ ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും, കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചിട്ടുള്ളതാണെങ്കിലും ആ തുക ഉപയോഗിച്ചുകൊണ്ട് എടപ്പാളിൽ ഒരു മത്സ്യ മാർക്കറ്റ് മാന്യമായി നവീകരിക്കാനോ സ്ഥാപിക്കാനോ ഈ MLAയുടെ നേതൃത്വത്തിൽ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പൊ എടപ്പാളിൽ വന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ MLA നാട്ടിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ തൊട്ടടുത്താണ് ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ശബരിമല ഇടത്താവളം ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി എത്രയോ കാലമായി തുടരുന്ന മിനി പമ്മ എന്ന് പറയുന്ന കുറ്റിപ്പുറത്തെ ശബരിമല ഇടത്താവളത്തെ അട്ടിമറിക്കാനും വളരെ പ്രശാന്ത സുന്ദരമായി നിലനിൽക്കുന്ന എടപ്പാൾ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന്റെ അന്തരീക്ഷത്തെ തകർക്കാനും വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഇടത്താവളം ഈ ശുഗപുരം ക്ഷേത്രത്തിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി അവിടെ നിൽക്കുന്ന 236 മരങ്ങൾ വെട്ടി മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ നടപടി സ്റ്റേ ചെയ്യുകയും അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ഈ പറയുന്ന തീരുമാനത്തെ വിമർശിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. BJP തൃപ്രങ്ങോട് മണ്ഡലം പ്രസിഡന്റ് അജേഷ് അമ്പാട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തവനൂർ മണ്ഡലം പ്രസിഡന്റ് PP സുജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ K ഗിരീഷ് കുമാർ, PC നാരായണൻ, ജില്ലാ സെക്രട്ടറി KP സുബ്രഹ്മണ്യൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ M നടരാജൻ, റെജി കാലടി, ജിഷാദ്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് VV ഭാസ്കരൻ, VT ജയപ്രകാശൻ മാസ്റ്റർ, KP രവീന്ദ്രൻ, സതീശൻ കാലടി, പ്രേമൻ കുട്ടത്ത്, KV അശോകൻ, ഉദയൻ മറവഞ്ചേരി, ദേവദാസ്, പ്രേമ മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CNTV എടപ്പാൾ.